Good morning. Good morning. Good morning. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുകയാണ്. Thank you so much for joining once again. Good morning. Good morning. Good morning. എന്തൊക്കെയുണ്ട് വിശേഷം? വിചാരിക്കുന്നു ശരത് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ ഗ്രൂപ്പിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? സുഖമാണെന്ന് വിചാരിക്കുന്നു. സുഖം, അൽഹംദുലില്ലാ. സുഖമായിട്ട് പോകുന്നു അല്ലേ? ഓക്കെ. കുറച്ച് നാളുകളായി കണ്ടിട്ട് ഒന്നുമില്ല. നമ്മളുടെ കോഴ്സുകളിലും നമ്മുടെ പ്ലാറ്റ്ഫോമിലും ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവാണ്. ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഓൾറെഡി കോഴ്സ് ചെയ്ത ആൾക്കാരുണ്ട് അല്ലെ? അതേപോലെ തന്നെ ചെയ്ത ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മളുടെ മെമ്പർഷിപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കോഴ്സ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ആ പുതിയ മെമ്പർഷിപ്പ് പ്ലാറ്റ്ഫോമിലേക്ക് എന്ത് ചെയ്യാൻ വരാം. പുതുതായിട്ട് വരുന്നവർക്കും പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് മെമ്പർഷിപ്പ് പ്ലാൻ ആണ്. പ്ലാൻ അപ്പൊ മെഡിറ്റേഷൻ ഉണ്ടാവില്ല സാർ? തീർച്ചയായിട്ടും ഉണ്ടാകും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ. സോ നമ്മളുടെ പ്ലാറ്റ്ഫോം പുതിയ മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് നമ്മൾ ക്ലാസ് എടുക്കുന്ന രീതി ബാച്ച് വൈസിൽ നിന്ന് മാറിയിട്ട് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു മെത്തേഡിലേക്ക് പോവാണ്. പ്ലസ് ബാച്ച് ഉണ്ടാവില്ല ഇനി. ഫസ്റ്റ് ബാച്ച്, സെക്കൻഡ് ബാച്ച് അങ്ങനെ ബാച്ച് ഉണ്ടാവില്ല, മറിച്ച് കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലേക്ക് പോകും. പിന്നെ എല്ലാ ക്ലാസ്സസിൻ്റെയും റെക്കോർഡ്സ് അവൈലബിൾ ആണ്. പ്ലസ് അത് മാത്രമല്ല, നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള ക്ലാസ് വേറെ ഉണ്ടാവും, റെക്കോർഡ്സും ഉണ്ടാവും. നിങ്ങൾക്ക് റെക്കോർഡ്സ് ഓൾറെഡി റെഡി ആയിരിക്കും. പ്ലസ് നിങ്ങൾക്ക് ലൈവ് സെഷൻസ് വേറെ ഉണ്ടാവും. പുറമെ നമുക്ക് ഇത് ക്ലാസ് വരുന്നത് എല്ലാം ചൊവ്വാഴ്ചയും രാത്രി 7:30. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി നമ്മുടെ ഒരു ഗ്രൂപ്പ് കോൾ ഉണ്ടാവും. ഗ്രൂപ്പ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അത് വെള്ളിയാഴ്ച വൈകുന്നേരം 7:30. അങ്ങനെ 2 ദിവസം ആയിട്ട് ആഴ്ചയിൽ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളായിട്ട് പോകും. അങ്ങനെ നമ്മൾ കോഴ്സിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർക്ക് എല്ലാ മെന്റർഷിപ്പും പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. ബട്ട് കൂടുതൽ ചലഞ്ചസിലേക്ക് പോകും. നമ്മൾ ചലഞ്ചുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഡിസൈൻ ചെയ്തത്. പിന്നെ ക്ലാസ്സിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും 1 ഇയർ നിങ്ങളുടെ ക്ലാസ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട്. കണ്ടിന്യൂസ്ലി അൺലിമിറ്റഡ് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. പുതിയ മോഡലിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം, ലൈവ് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. അങ്ങനെ കുറേ ഐഡിയാസ് കൊണ്ടുവരുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ പിന്നിലാണ്, അതിൻ്റെ പ്ലാറ്റ്ഫോം ബിൽഡിങ്ങിലാണ്. അതുകൊണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് കാണാതിരുന്നത്. സോ പുതിയ സംതിങ് ന്യൂ ആയിട്ട് വരികയാണ്. അപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ഈ ഫീച്ചേഴ്സൊക്കെ കിട്ടുമോ? ചെയ്തവർക്കൊക്കെ കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടാനൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ കിട്ടാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഇതാണ്. ഫസ്റ്റ് ഒരു ഓഫർ ഓപ്ഷനാണ്. അതിൻ്റെ ആക്ച്വൽ ഫീ, ആ പ്ലാറ്റ്ഫോം കിട്ടാനുള്ള ആക്ച്വൽ ഫീ 2000 റുപ്പീസ് നിങ്ങൾ അഡീഷണലി പേ ചെയ്താൽ മതി. ഓക്കെ. പക്ഷേ ന്യൂ ഫീച്ചേഴ്സ് കിട്ടാൻ നിങ്ങൾക്ക് നമ്മളൊരു ഓഫർ നൽകുന്നത്. താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഇമ്മീഡിയറ്റ്ലി വരണം. അപ്പം ആ 2000 റുപ്പീസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് വരാം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ടീം മെമ്പേഴ്സിനോട് ചോദിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അൺലിമിറ്റഡ് അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. മെയിനായിട്ട് ചലഞ്ചസ് വരുന്നത്. ഹീലിംഗ് ചലഞ്ച് വരുന്നുണ്ട്, ഒരു ഹീലിംഗ് ഹാക്കത്തോൺ വരുന്നുണ്ട്. അപ്പോൾ ഹീലിംഗ് ഹാക്കത്തോണിൽ നമ്മൾ ഇമോഷണൽ ഫ്രീഡം ഫിനിഷർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് അതിൽ കൊണ്ടുവരുന്നുണ്ട്. അതൊരു ചലഞ്ചാണ്. അത് ചെയ്യുന്ന ആൾക്കാർക്ക് അവാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കും. അത് വലിയൊരു ഫംഗ്ഷൻ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യും. There are a lot of exciting things are happening. നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ചസ്, സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാകും. അതേപോലെ തന്നെ പുതിയ കോഴ്സിന്റെ ഭാഗമായിട്ട് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാകും, അവാർഡ്സുകൾ ഉണ്ടാകും, മറ്റുള്ള ഗിഫ്റ്റുകൾ ഉണ്ടാകും. കംപ്ലീറ്റ്ലി ഒരു ഗെയിമിഫിക്കേഷൻ കൊണ്ടുവരികയാണ് ഹീലിംഗിൽ. കാരണം ആൾക്കാർ കൂടുതൽ ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യാനും ചലഞ്ച് അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ചലഞ്ചിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഇതുണ്ടാകും. അതായത് അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് വരിക. അപ്പോൾ ഓൾറെഡി കോഴ്സ് ചെയ്ത ആൾക്കാർക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഫ്രീഡം ഫിനിഷർ ചലഞ്ചിലേക്ക് എന്ത് ചെയ്യാം, പങ്കെടുക്കാം. പുതിയ ആൾക്കാർക്ക് പങ്കെടുക്കാം. ഓക്കെ. അപ്പോൾ അതിന് എല്ലാത്തിനും ഓപ്ഷൻസ് ഉണ്ട്, അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഭാഗമായിട്ട് വരണം. ഇസ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്? യാ, ന്യൂ അപ്ഡേറ്റ്സ്, പുതിയ അപ്ഡേറ്റ്സ് അതിലേക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും. കൂടുതൽ ഇപ്പോൾ ഉള്ള പോലെ അല്ല. പല ആൾക്കാരും കണക്ഷൻ നഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്, എന്നാലും പലപ്പോഴും കണക്ഷൻ നഷ്ടപ്പെടുന്നു. ഈ കണക്ഷൻ നഷ്ടപ്പെടുന്നത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
സോ വീണ്ടും ലൈവ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെ ഉണ്ടാവും. ലൈവ് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി സോ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ കൊണ്ടുവരികയാണ്. കാരണം ഞാൻ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം മുമ്പായിട്ട് 1-2 ക്ലയൻസുമായിട്ട് ഞാൻ ചില ക്ലയൻസുകളായിട്ട് സംസാരിക്കുമ്പോൾ ഇവർ ഹീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. ഓക്കെ, നല്ല റിസൾട്ട് കിട്ടി. കോഴ്സ് കഴിഞ്ഞ ഉടനെ നല്ല റിസൾട്ടാണ്. ഹീലിംഗ് കഴിഞ്ഞു കാര്യങ്ങളാവുക, അവർക്ക് ചേഞ്ച് ആയി, അല്ലെങ്കിൽ അവർ കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആയി. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചു, അവർ പ്രാക്ടീസസ് എല്ലാം നിർത്തി. അങ്ങനെ പ്രാക്ടീസസ് എല്ലാം നിർത്തിയതോട് കൂടിയിട്ട് എന്താ വെച്ചാൽ അവർ ഫുള്ളി 10-20 അല്ലെങ്കിൽ 25-30-35 വർഷമായിട്ട് ബിൽഡ് ചെയ്തിരുന്ന ഹാബിറ്റ്സുകളുണ്ട്. ആ ഹാബിറ്റ്സുകൾ നമ്മൾ ഹീലിംഗിലൂടെ കുറേ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. നമ്മുടെ കറണ്ട് ഇഷ്യൂസ് ഒക്കെ കുറേ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളുടെ ലിമിറ്റിംഗ് ബിലീഫുകളും ശീലങ്ങളും സംഗതികളും പാറ്റേൺസും ഉണ്ടാവും. അത് വർഷങ്ങളായിട്ട് ബിൽഡ് ചെയ്തെടുത്തില്ല. അപ്പം അത് എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴ്സ് ചെയ്യുന്ന ഒരു 40 days മാത്രം മതിയാവില്ല ചില ആൾക്കാർക്ക്. ചില ആൾക്കാർക്ക് അത്ര സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുക. അപ്പോൾ അവർ പിന്നീട് എന്താ വെച്ചാൽ നല്ല റിസൾട്ട് കിട്ടും, അവർ ഹാപ്പി ആയിരിക്കും, കാര്യങ്ങളൊക്കെ ആയിരിക്കും, പിന്നെ അവർ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ആ ഹാബിറ്റ്സിൽ നിന്ന് ആ ട്രാക്കിൽ വഴിതെറ്റും. അങ്ങനെ വഴിതെറ്റിയിട്ടെന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടു പോകും. മനസ്സിലാക്കും, ട്രാക്ക് തെറ്റിപ്പോകും. ആ ട്രാക്ക് തെറ്റിപ്പോയി ശരിക്കും അത് ഒരു വർഷത്തിൽ 3-4 പ്രാവശ്യം നിങ്ങൾക്ക് ട്രാക്ക് തെറ്റും. എന്നിട്ട് തിരിച്ച് നിങ്ങൾ ട്രാക്കിലേക്ക് വരണം. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് വർക്കൗട്ട് ആവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ബിൽഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ മെമ്പർഷിപ്പ് ലൈഫ് ടൈം ആക്കിയത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓൾറെഡി ലൈഫ് ടൈം പോലെയാണ് അല്ലേ ഗ്രൂപ്പ് കോച്ചിങ് കാര്യങ്ങളൊക്കെ. പക്ഷെ അങ്ങനെയല്ല, ലൈവ് കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് ലൈഫ് ടൈം പങ്കെടുക്കാം. ലൈവ് ഓരോ സെഷൻ ബാച്ചും ഉണ്ടാവും. ഓരോ ബാച്ചിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പം നിങ്ങൾക്ക് വീണ്ടും പങ്കെടുത്ത് എപ്പോഴും നിങ്ങൾക്ക് ലൈവായിട്ട് നിൽക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പ്ലാൻ and it is exciting. I am excited. I want you to be there. Okay, എല്ലാവരും അതിന്റെ ഭാഗമായിട്ട് വരണം. അപ്പം ഓൾറെഡി കോഴ്സ് ചെയ്ത ആൾക്കാരും അതിലേക്ക് വരണം. എനിവേ, ഇന്ന് എന്താണ് സംസാരിക്കാനുള്ളത്, ഇന്ന് എന്താണ് സംസാരിക്കേണ്ടത്, നിങ്ങൾ പറയാം. എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ? കുറച്ച് ഹായ്, ഐ എം സോ സോറി എവ്രി വൺ. പെട്ടെന്ന് എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ വന്നിട്ട് എനിക്ക് എൻ്റെ ഞാൻ വലിയൊരു സ്ക്രീനിലാണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്, സെഷൻ എടുത്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് കട്ടായി. എനിക്ക് ഇവിടെ ആരാണ് ഹോസ്റ്റ് എന്ന് പറയാമോ? ശരത്, ആർ യു ദേർ? മേക്ക് മീ ഹോസ്റ്റ്. Is the host Sharath, make me host. Okay, thank you. Okay, അപ്പോൾ പറയൂ, എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ? സുഖമാണോ? സുഖമായിട്ട് പോകുന്നു. ഓക്കെ, നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം, വാട്ട് ഈസ് ആക്ച്വലി നമ്മളുടെയൊക്കെ ഉള്ളില് യഥാർത്ഥത്തിലുള്ള നമ്മൾ അനുഭവിക്കുന്ന പെയിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട റീസൺ ഉണ്ട്. ഓക്കെ, ആ പ്രധാനപ്പെട്ട റീസൺ നമ്മൾ കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഒന്ന് തിരിച്ചു വരിക. നമുക്കിന്ന് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്. ഇതിനു മുൻപ് ഞാൻ പലതവണ ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ്, എന്നാലും ഞാൻ എന്ത് ചെയ്യാണ്, ഒരു അപ്ഡേറ്റഡ് വേർഷനായിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്തെല്ലാം രീതിയിൽ നമ്മൾ ചേഞ്ചസ് വരുത്തണം നമ്മുടെ ലൈഫിൽ, ഏതെല്ലാം ഏരിയ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ.
Okay, ready and excited ആണെന്നുണ്ടെങ്കിൽ just comment down ready and excited. Just comment down ready and excited. Just comment down ready and excited. ശരത് എല്ലാ ഗ്രൂപ്പിലും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ നമ്മുടെ സെഷൻ നടക്കുന്നത്. ഓക്കെ, ഓൾറൈറ്റ്, റെഡി ആൻഡ് എക്സൈറ്റഡ് എന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഒരു മീറ്റപ്പ് വരുന്നുണ്ട്. ആർ യു റെഡി ഫോർ എ മീറ്റപ്പ്? കാലിക്കറ്റിൽ വെച്ചിട്ട് ഒരു മീറ്റപ്പ് വരുന്നുണ്ട്. സോ മീറ്റപ്പിലേക്ക് നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുകയും കൂടെ ചെയ്യണം. ഓക്കെ, സോ വി വിൽ ബി ഡൂയിങ് ദ മീറ്റപ്പ്. റെഡി ആൻഡ് എക്സൈറ്റഡ്, വെരി ഗുഡ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏതെല്ലാം രീതിയിലാണ് ശ്രദ്ധിക്കേണ്ടത്? അതിൽ പറയുമ്പം ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ഒന്ന്, നമ്മളുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രോബ്ലംസ് എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. വാട്ട് ആർ ദ പ്രോബ്ലംസ് ആൻഡ് ചലഞ്ചസ് ദാറ്റ് യു ആർ ഫേസിങ് റൈറ്റ് നൗ? ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ആവശ്യമുള്ളത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ്. എന്താണ് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ആവശ്യം? മീറ്റപ്പിന്റെ ഡേറ്റ് എന്താണെന്ന് ചോദിക്കുന്നത് അല്ലെ സുഫാന? തീർച്ചയായിട്ടും അറിയിക്കാം. അതൊരു 2-3 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് അനൗൺസ്മെന്റ് ഉണ്ടാവും കേട്ടോ. സോ യു ആർ ഓൾസോ പ്ലാനിങ് ഫോർ ദാറ്റ് മീറ്റപ്പ്. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ഫസ്റ്റ് പറഞ്ഞത് നമ്മുടെ പ്രോബ്ലംസ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്, ഏതെല്ലാം രീതിയിൽ പ്രശ്നങ്ങളുണ്ട്, അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഇഷ്യൂസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഐഡന്റിഫൈ ചെയ്യുക വാട്ട് ആർ ദ ഇഷ്യൂസ് ദാറ്റ് യു ആർ ഹാവിങ് റൈറ്റ് നൗ. വാട്ട് ആർ ദ പ്രോബ്ലംസ് ദാറ്റ് യു ആർ ഹാവിങ് റൈറ്റ് നൗ. ഫസ്റ്റ് സംഗതി അതാണ്, പ്രോബ്ലംസ്. രണ്ടാമത്തത്, വാട്ട് യു വാണ്ട് ടു അച്ചീവ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കും. വാട്ട് യു വാണ്ട് ടു ഓവർകം, വാട്ട് യു വാണ്ട് ടു സോൾവ്, വാട്ട് യു വാണ്ട് ടു ഹീൽ, വാട്ട് യു വാണ്ട് ടു ഗെറ്റ് ഔട്ട് എന്നുള്ളതിന് ശേഷം വാട്ട് യു വാണ്ട് ടു ക്രിയേറ്റ്, വാട്ട് യു വാണ്ട് ടു അട്രാക്ട്, വാട്ട് യു വാണ്ട് ടു ബിൽഡ്. ഇതിന് പുറമെ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി നമുക്ക് ആവശ്യം. എന്നാൽ ഇതിൽ ഒന്നും കൂടെ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഹെൽത്തിൽ നമുക്ക് എന്താണ് വേണ്ടത്, ഹെൽത്തുമായി ബന്ധപ്പെട്ട് എന്താണ് വേണ്ടത്. നിങ്ങൾ എല്ലാവരും ഒരു പേനയും പേപ്പറും എടുക്കാവോ? I will give you a very powerful strategic support. പേനയും പേപ്പറും എടുക്കുക. എന്നിട്ട് എന്ത് ഒന്ന് ചോദിക്കുക. ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: വാട്ട് ഈസ് അൺഫിനിഷ്ഡ്? വാട്ട് ഈസ് അൺഫിനിഷ്ഡ് ഇൻ മൈ ലൈഫ്? എൻ്റെ ലൈഫിൽ അൺഫിനിഷ്ഡ് ആയി കിടക്കുന്നത് എന്താണത്? ഷൈമ, ആർ യു ദേർ? ഷൈമ, hope you are there. What is unfinished in your life? നിങ്ങളുടെ ലൈഫിൽ അൺഫിനിഷ്ഡ് ആയിട്ട് കിടക്കുന്നത് എന്താ ഉള്ളത്? What is unfinished? Unfinished എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഫിനിഷ് ചെയ്യാതെ കിടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ. നമ്മളുടെ കുറേ ചലഞ്ചസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, നമ്മളുടെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. Yes, Shaima. Hope you are doing great. How business is going? എങ്ങനെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഉഷാറാണോ? ലൈഫ് എങ്ങനെ പോകുന്നു? ഉഷാറാണോ? അപ്പോ ഫസ്റ്റ് പറഞ്ഞു വന്ന പോയിന്റ് എന്താ? ഹൗ ബിസിനസ് ഇസ് ഹൗ വാട്ട് ഈസ് അൺഫിനിഷ്ഡ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ലൈഫിൽ അൺഫിനിഷ്ഡ് ആയിരുന്നത്. അൺഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അൺഫിനിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാതെ കിടക്കുന്ന, ഫിനിഷ് ചെയ്യാതെ കിടക്കുന്ന, നിങ്ങൾ തുടങ്ങി വെച്ച കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളൊരു ബുക്ക് എഴുതാൻ തീരുമാനിച്ചു, എഴുതി തീർത്തിട്ടില്ല. ജിമ്മിൽ പോയി ബോഡി നന്നാക്കാൻ തീരുമാനിച്ചു, അത് പകുതിക്ക് വെച്ച് നിർത്തി. ഓക്കെ, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടായി, ആ ഫ്രണ്ടുമായിട്ട് ഇതുവരെ നന്നായിട്ടില്ല, അല്ലെങ്കിൽ ആ സുഹൃത്തുമായിട്ട് അല്ലെങ്കിൽ ബന്ധുവായിട്ട്,
നിങ്ങളുടെ ബന്ധം റെഡിയാക്കിയിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെ എന്ത് പ്രോബ്ലമാണ് നിങ്ങൾക്ക് കിടക്കുന്നത്? അൺഫിനിഷ്ഡ്, ഫിനിഷ് ചെയ്യേണ്ട, ക്ലിയർ ചെയ്യേണ്ട, ബാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താ? വീട് വെക്കാൻ തുടങ്ങി, ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ല. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി, ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ല. ഇതുവരെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വാട്ട് ഈസ് അൺഫിനിഷ്ഡ് ഇൻ യുവർ ലൈഫ്? അത് ചോദിക്കുക. ക്ലിയർ ആണോ? അടുത്ത് ചോദിക്കേണ്ടത്, വൈ യു ആർ നോട്ട് അറ്റ് യുവർ ഗോൾസ് ഓൾറെഡി? നിങ്ങളുടെ ഗോളിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ എത്തിയില്ല? വൈ യു ആർ നോട്ട് അച്ചീവ്ഡ് യുവർ ഗോൾസ് ഓൾറെഡി? നിങ്ങളുടെ ഗോൾസ് നിങ്ങൾ എന്തുകൊണ്ട് അച്ചീവ് ചെയ്തിട്ടില്ല? വാട്ട് ഇസ് ദ റീസൺ? അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ചില ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരങ്ങളാണ് എന്ത്? നിങ്ങളുടെ എക്സ്ക്യൂസസ്. സത്യമല്ല. ആ ഉത്തരങ്ങളൊന്ന് എഴുതിയേ. വൈ ആർ നോട്ട് അറ്റ് യുവർ ഗോൾസ് ഓൾറെഡി? നിങ്ങളുടെ ഗോൾസിൽ നിങ്ങൾ ഇതുവരെ എത്താത്തത് എന്തുകൊണ്ടാണ്? വൈ ആർ നോട്ട് അറ്റ് യുവർ ഗോൾസ് ഓൾറെഡി. വൈ യു ആർ നോട്ട് അറ്റ് യുവർ ഗോൾസ് ഓൾറെഡി? നിങ്ങളുടെ ഗോൾസിൽ നിങ്ങൾ ഇതുവരെ എത്താത്തത് എന്തുകൊണ്ട്? ഓക്കെ, എഴുതിയല്ലോ. ഇതിന്റെയൊക്കെ ഉത്തരങ്ങളൊന്ന് എഴുതിയേ. ഇതിന്റെയൊക്കെ ഉത്തരങ്ങൾ എഴുതാം. എപ്പോഴാണ് എഴുതുക? ഇപ്പൊ എഴുതാം. എത്ര ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്? ഒന്ന് കമന്റ് ചെയ്യാവോ? ഷിഹാബ്, ജോറ, സുബീദ, എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്? അനിത മാം, എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചു? എത്ര ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്? ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ് ഷമീറ ബുഹാരി. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഒരുപാട് നാളുകൾക്ക് ശേഷമാണല്ലോ കാണുന്നത്. സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു സർ. സുഖമായിട്ട് പോയിരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. ഐ എം റിയലി ഹാപ്പി. ഓക്കെ, ഫാന്റാസ്റ്റിക്. അപ്പോ ദ ക്വസ്റ്റ്യൻ, 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. കേട്ടിരുന്നു 4 ക്വസ്റ്റ്യൻസ്? ഷമീറ, അതിപ്പോ ജോയിൻ ചെയ്തോളൂ. അൺമ്യൂട്ട് ചെയ്യാവോ? What do you want to achieve? Okay, what do you want to overcome? First What do you want to overcome? What do you want to solve? what do you want to solve? What do you want to heal? അതാണ് ഫസ്റ്റ്. What do you want to overcome? ഉള്ള Solve. പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. നെക്സ്റ്റ്, what do you want to? അത് ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ് എഴുതിയിരിക്കുന്നത്. What is unfinished in your life and why you have not achieved your goals? Yeah, why you haven't achieved your goals. അപ്പൊ ഇത്രയും ആണ് 4 ക്വസ്റ്റ്യൻസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, what do you want to achieve in your life? നിങ്ങളുടെ ലൈഫിൽ ഇനി എന്താണ് അച്ചീവ്? സോൾവ് ചെയ്തതിന് ശേഷം നമുക്ക് അച്ചീവ് ചെയ്യേണ്ട സാധനം ഉണ്ടാവുമല്ലോ. ബ്രോക്കൺ ആയിട്ടുള്ള നമ്മൾ ഹീൽ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം വി വാണ്ട് ടു അച്ചീവ് സംതിങ്. സോ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വി വാണ്ട് ടു അച്ചീവ്? സെക്കൻഡ് തിങ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന, തേർഡ് തിങ് നമുക്ക് എന്താണ് അൺഫിനിഷ്ഡ് ആയിട്ടുള്ളത്? ഫോർത്ത്, എന്തുകൊണ്ട് അവിടേക്ക് എത്തിയില്ല നമ്മുടെ ഗോൾ? അൺഫിനിഷ്ഡ് വരുമ്പോ അതിനൊരു എക്സാമ്പിൾ പറയാം. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അൺഫിനിഷ്ഡിന് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു, ഫോർ എക്സാമ്പിൾ. അത് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾ അതിനു വേണ്ടി തുടങ്ങി വെച്ച് പകുതിക്ക് വെച്ച് നിർത്തും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ജിമ്മിൽ പോയി എന്നിട്ട് ബ്രോക്കൺ പ്രോമിസസ് അങ്ങനെ പറയാമോ? ബ്രോക്കൺ പ്രോമിസസ്. ബ്രോക്കൺ പ്രോമിസസ് എന്ന് പറയാം, പക്ഷെ ബ്രോക്കൺ ആയിട്ട് നമ്മൾ പറയരുത്.
ബ്രോക്കൺ പ്രോമിസസ്. ദാറ്റ്സ് ദ റിയാലിറ്റി. നമ്മൾ പ്രോമിസ് കൊടുത്തത് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ശ്രദ്ധിക്കണം. നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കാതിരിക്കാനുള്ള ബ്രോക്കൺ പ്രോമിസസ് എന്ന് പറയേണ്ട, ബട്ട് നമ്മളത് ഫിനിഷ് ചെയ്തിട്ടില്ല. അൺഫിനിഷ്ഡ് പ്രൊജക്ട് അങ്ങനെ പറഞ്ഞാൽ മതി. സോ ഫിനിഷ്, ദാറ്റ്സ് ഓൾ. ബ്രോക്കൺ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇമ്പാക്ട് ആയിരിക്കും, ഭയങ്കര സങ്കടത്തിലേക്ക് പോകും. ഞാൻ ആകെ അത് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ. എനിവേ, ഫസ്റ്റ് ഓഫ് ഓൾ ഷമീറ ബുഹാരി ഒന്ന് പരിചയപ്പെടുത്താം. ഷമീറ ബുഹാരി നമ്മളുടെ എന്നെ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇതിലേക്ക് വരുന്നത് 2018 സമയങ്ങളിലാണ് അല്ലെ? യെസ്, 2019 നവംബർ 3 ഫസ്റ്റ് ഞാൻ സാറിന് മെസ്സേജ് ചെയ്യുന്നത്. ദുബായിലായിരുന്ന സമയത്ത് കുറെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ എന്താ പറയുക, കോഴ്സിൽ വന്നു, ചാർജ് പ്രോഗ്രാമിൽ വന്നു, ഒരുപാട് കുറച്ചൊക്കെ ക്ലാരിറ്റി കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എപ്പോഴും പറയായിരുന്നു ഷി വാണ്ട്സ് ടു ഡു സംതിങ്. എന്നോട് എപ്പോഴും പറയായിരുന്നു അങ്ങനെ സംതിങ് ആവണം എന്നുള്ള രീതിയിലേക്ക്. നൗ ഷീ ഈസ് സംതിങ്. ഓക്കെ, ഇപ്പം എന്താ പറയുക, ഷീ ബിക്കെയിം എ കോച്ച്, എ ക്ലാരിറ്റി കോച്ച്, വുമൻസ് ക്ലാരിറ്റി കോച്ച് ആയിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് ഷീ ഈസ് ഡൂയിങ് അമേസിങ്. ആൻഡ് ഐ എം റിയലി ഹാപ്പി ദാറ്റ് you came back and you are here in our platform once again. So I'm so happy to do that. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീക്ക് ഒരു അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമ്മളെപ്പോഴും റൂട്ട്സ് കാര്യം നമ്മൾക്കിപ്പോ ഒരു ക്ലാരിറ്റി. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ദുബൈയിൽ നിന്ന് വന്ന ഒരു ടൈമില് ഒന്നുമില്ലാതിരുന്ന, കംപ്ലീറ്റ്ലി മെസ്റ്റപ്പ് ആയിരുന്ന ഒരു ടൈമായിരുന്നു. അപ്പോഴാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പൊ നമ്മൾക്കൊരു ഡീപ്പർ ഇന്റൻഷൻ ഉണ്ടാവും. അതിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ, ഒന്നെന്ന് പറഞ്ഞാൽ എന്നെ ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും വേണം. അപ്പൊ ആ സമയത്ത് ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഒരു കോച്ചോ ഒരു ട്രെയിനറോ ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് എനിക്ക് അറിയില്ല. രണ്ടാമത്തെ കാര്യം, എനിക്ക് എന്നെ പോലെ ജഡ്ജ് ചെയ്യാത്ത, എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി വേണം, അങ്ങനെ ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നീടാണ് റിയലൈസ് ചെയ്യുന്നത് അത് അങ്ങനത്തെ ഒരു ഡിസയർ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്ന ടൈമിലാണ് സാറിന്റെ മെസ്സേജസ്. ഇന്നലെ എനിക്ക് വെബിനാർ ഉണ്ടായിരുന്നു, അതപ്പോഴും ഞാനിത് ഈ ഒരു സംഗതി അതേപോലെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറിന്റെ ഒരു ഇത് കാണുന്നത്, എന്താ പറയുക, ഒരു വീഡിയോ സജഷൻ ആണ്. അപ്പം സാറിന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം പയ്യനാണ്, കുറ്റിമുടിയൊക്കെ ആയിട്ട് കാണാനൊരു ലുക്ക് ഇല്ലല്ലോ. ആ സമയത്ത് ഭയങ്കര മുമ്പേ ഉള്ള വീഡിയോ ആണ് ഞാൻ കണ്ടത്. ഇപ്പൊ സാറ് ലുക്കാണ് കേട്ടോ. അപ്പം എനിക്ക് ഇഷ്ടമായില്ല. രണ്ടാമത്തതും മൂന്നാമത്തതും നാലാമത്തതും വീഡിയോസ് ഒക്കെ ഞാൻ സ്വൈപ്പ് ചെയ്തു. പിന്നീട് വരുന്ന ഒരു വീഡിയോയിലാണ് ഞാൻ കാണുന്നത് സർ ഓഫർ ചെയ്യുന്നുണ്ട് ചാർജ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. അപ്പൊ അതില് സമാന ചിന്താഗതിക്കാരായിട്ടുള്ള കുറെ ആൾക്കാർ ഏർലി മോർണിംഗ് എഴുന്നേക്കുന്നു, ഒരുമിച്ച് ഒരുപോലെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഭയങ്കര ഡൗട്ടിലാണ്. കാര്യം ഒരു അൺനോൺ ആയിട്ടുള്ള ഒരാളുടെ ഒരു ഇത് ആക്സെപ്റ്റ്, ഇതിനകത്ത് വേറെ ഒന്നുമില്ല. കാര്യം ഞാൻ നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ, അപ്പൊ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ മൈൻഡ് ഇല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു കച്ചിത്തുരുമ്പാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഫോൺ നമ്പർ പോകുന്നൊക്കെ ഉള്ള പേടിയാണ് എനിക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു അഥവാ നമ്പർ മിസ്യൂസ് ചെയ്യാൻ ഏതെങ്കിലും രീതിയിൽ പോവുകയാണെങ്കിൽ ഞാൻ ആ നമ്പർ അങ്ങ് മാറ്റിക്കളയും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സാറിനെ കണക്ട് ചെയ്യുന്നത്. പക്ഷെ അത് റൈറ്റ് ടൈം ആയിരുന്നു ലൈഫിൽ. അവിടെ നിന്ന് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യമാണ്, ഹോപ്പ് കിട്ടി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൈ ലൈഫ് ഇസ് പോസിബിൾ, മൈ ഡ്രീംസ് ആർ പോസിബിൾ. കാര്യം സ്വപ്നം കാണാൻ പോലും, നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ഡ്രീം ചെയ്യാൻ പോലും നമ്മൾ കറേജ് കിട്ടുന്നത് അവിടെ വന്ന ശേഷമാണ്. അപ്പം എന്റെ പാർട്ടിൽ നിന്ന് ഞാൻ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു, പക്ഷെ ഞാൻ സ്റ്റെപ്പ് എടുത്തു. സാർ ഓഫർ ചെയ്ത എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. അതുപോലെ ഞാൻ ഒബേ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സുകളിൽ ഞാൻ വളരെ എഫേർട്ട് എടുത്തിട്ട് വെനസ്ഡേയ്സിലെ ക്ലാസ്സുകളിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോവിഡ് സംഭവിച്ചപ്പോഴത്തേക്ക് ലൈഫ് കംപ്ലീറ്റ്ലി മാറി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഇവിടം വരെ എത്താനായിട്ട് പറ്റി. അപ്പം ഞാൻ ഇന്നിപ്പോ രാവിലെ സെഷൻ ഉണ്ടായിരുന്നു നമ്മുടെ, അത് കഴിഞ്ഞ് ഞാൻ ഇരിക്കുമ്പോഴാണ് സാറിന്റെ മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്തായാലും സാറിനെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഏറ്റവും അധികം പോസിറ്റിവിറ്റി കിട്ടിയിട്ടുള്ള, ഇന്ന് ഞാൻ എന്തൊക്കെ ആയിട്ടുണ്ടോ അതിന്റെ റൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള, ഏറ്റവും കൂടുതൽ എനിക്ക് കോൺട്രിബ്യൂഷൻ കിട്ടിയിട്ടുള്ള സാറാണ്. അതുപോലെ സാറിന്റെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, അത് സാർ ഡെവലപ്പ് ചെയ്ത ഒരു സാധാരണ ഗതിയിൽ ഒരാള് കറേജിയസ് ആയിട്ട് അത്ര കറേജിൽ ചെയ്യാൻ പറ്റില്ല. അത്രയും വലിയൊരു കമ്മ്യൂണിറ്റീനെ ഡെവലപ്പ് ചെയ്യുക. കാര്യം ഒരു രാവിലത്തെ ഒരു ടൈമാണ്, ഞാൻ ഒരുപാട് ടൈം എടുക്കണില്ല. ഇതില് വെച്ചാല് ഞാൻ അവിടെ വന്നിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് വന്നു നോക്കിയതാ. പക്ഷെ അടുത്ത ദിവസം എനിക്ക് 2-3 പേര് എന്നെ വിസിറ്റ് ചെയ്തു.
എൻ്റെ കടയിൽ എന്നെ വിസിറ്റ് ചെയ്തു. ആൻഡ് വളരെ പ്യുവറായിട്ടുള്ള സർവീസ് മെന്റാലിറ്റിയോട് കൂടിയിട്ട് ഞാൻ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒട്ടും അറിയില്ല. ഞാൻ അഡ്രസ്സ് പോലും കൊടുത്തിട്ടില്ല. അവരെന്നെ തെരഞ്ഞു വന്നിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ആ പറഞ്ഞ 3 പേരുടെ ആ വേർഡ്സിലാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. പക്ഷെ അത് വേർത്തായിരുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച് സർ. ഒരുപാട് സന്തോഷമാണ്, ഒരുപാട് ഹാപ്പിനെസ് ആണ്. ഞാൻ എപ്പോഴും ഇൻഡപ്റ്റഡ് ആണ് സാറിന്റെ ഈ ഒരു സപ്പോർട്ടിൽ. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞതുപോലെ ഒരു ആദ്യം തന്നെ നന്ദി പറയാനുള്ളത് വെച്ചാൽ ഇന്നിവിടെ വന്നതിനും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിനും താങ്ക് യു വൺസ് അഗെയിൻ. വേറൊരു കാലിക്കറ്റ് മീറ്റപ്പ് ന്യൂ ബാച്ചുകാരെയും ഇൻക്ലൂഡ് ആക്കണേ. തീർച്ചയായിട്ടും വരും. എല്ലാ ബാച്ചുകാർക്കും അത് ഇൻവിറ്റേഷൻ ഉണ്ട്, എല്ലാവർക്കും വരാം. തീർച്ചയായിട്ടും ഷമീറ മാം നമ്മുടെ കൂടെ ഉണ്ടാവും, നമുക്ക് പ്രതീക്ഷിക്കാം. എനിവേ ഫസ്റ്റ് ഓഫ് ഓൾ ഇനി ഒന്നുകൂടെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ഷെയറിംഗ് ദ സ്റ്റോറി. പറഞ്ഞതുപോലെ ഒരു എന്താ പറയുക, എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്യാം. ഷമീറയുടെ ഒരു എന്താ പറയുക പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാരിറ്റി കോച്ചാണ്, പ്രത്യേകിച്ച് വുമൻ ക്ലാരിറ്റി കോച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കാര്യങ്ങളിൽ നല്ല രീതിയിലേക്കുള്ള സപ്പോർട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും ഇനിയൊരു ഫ്യൂച്ചറിൽ കൊളാബറേറ്റീവ് ആയിട്ടുള്ള കുറേ ട്രെയിനേഴ്സുമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഷീസ് വിൽ ബി വൺ ഓഫ് ദം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ദ സ്റ്റോറി നമ്മൾ ബിൽഡ് ചെയ്യുന്ന, നമ്മളോട് പറഞ്ഞിട്ടുള്ള സ്റ്റോറി ഉണ്ടാവും. ആ സ്റ്റോറിയിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു സ്റ്റോറിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കുക, നൗ വേർ ഷീ ഈസ് എന്നുള്ളതും അതേപോലെ തന്നെ. കാരണം ഇപ്പം ഒരുപാട് പേർക്ക് കോച്ചിങ് കൊടുക്കുന്ന, ഗൈഡൻസ് കൊടുക്കുന്ന ഇൻസ്റ്റഗ്രാം പേജിലാണെങ്കിലും മില്യൺസ് ഓഫ് വ്യൂസിലേക്ക് പല വീഡിയോസും പോയിട്ടുള്ള ഒരു കോച്ചായിട്ട് മാറിയിട്ടുണ്ട്. 5 years ബാക്ക് ഞാനൊരു കാര്യം ആഡ് ചെയ്തോട്ടെ. എന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്, അത് ഒരു സമയത്ത് എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും മോശം ആയിട്ടുള്ളൊരു ക്വാളിറ്റി ആയിരുന്നു. പക്ഷെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ ഒരു മെന്റർ, നമ്മുടെ ഒരു ഗൈഡ് നമ്മൾക്ക് ഒരു കാര്യം പറഞ്ഞു തന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ നമ്മളുടെ ബുദ്ധി കണ്ടമാനം ഉപയോഗിക്കില്ല. അവിടെ നമ്മൾ നമ്മുടെ ബ്രെയിൻ എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് ആക്ഷൻ എടുക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അതാണ് എൻ്റെ ഒരു ക്വാളിറ്റി. അതാണ് ഒരു പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ നിങ്ങളോട് സർ ഒരു കാര്യം പറയാണ്, ഇങ്ങനെ ഒരു കാര്യം ചെയ്യൂ എന്ന് പറയുമ്പോൾ ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ തോന്നില്ല. ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് തോന്നും ഇന്ന് ഇതല്ലല്ലോ വേണ്ടതെന്ന് തോന്നി, നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് തോന്നുന്നുണ്ടാകും. പക്ഷെ നിങ്ങൾ ട്രെയിനിങ് എടുക്കുന്ന ടൈമിൽ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാം. നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നാവരുത്. നിങ്ങൾ എടുക്കുന്നത് ഐ ആം ട്രൂലി പവർഫുൾ, ഐ എം ടേക്കിംഗ് ഹെൽപ്പ് ഫ്രം ദിസ് പേഴ്സൺ എന്ന് വിചാരിച്ചിട്ട്, നമ്മൾ പവർഫുൾ ആണ്, അതുകൊണ്ട് നമ്മളുടെ ഗൈഡിനെ നമ്മൾ ഫോളോ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും, അതിൽ നിങ്ങളുടെ ടൈം ഉണ്ടാകും, നിങ്ങളുടെ പൈസ ഉണ്ടാകും, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഉണ്ടാകും. അത് നിങ്ങൾ ചെയ്തുകൊണ്ട് 100% നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുക. ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ പോലും മാറ്റം ഉണ്ടാക്കാതെ പോയിട്ടില്ല എന്ന് എനിക്ക് നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റും. കാര്യം ഞാനിവിടെ PC ആയിട്ട് പോലും വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് ചെയ്യാം. സർ, സോറി ടു ഇന്ററപ്റ്റ് യു. കാര്യം കുറച്ച് കഴിഞ്ഞാൽ ഞാനത് ചിലപ്പോൾ വിട്ടുപോകും, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. യെസ്, ഇത് തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഷെയറിങ്. ഈ പറഞ്ഞൊരു മെസ്സേജ് നിങ്ങളൊന്ന് എടുത്തു നോക്കുക അല്ലെ. ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് മെസ്സേജ് എന്ന് പറയുന്നത് ശരിക്കും ഇതായിരിക്കാം. അതായത് ഞാൻ ഏറ്റവും കോച്ചിങ് ഇൻഡസ്ട്രിയിലും ട്രാൻസ്ഫോർമേഷൻ ഇൻഡസ്ട്രിയിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് സമർപ്പണമാണ്. സബ്മിറ്റ് ചെയ്യുക വിത്തൗട്ട് ഈഗോ. നമ്മുടെ ബ്രെയിൻ മാറ്റി വയ്ക്കാം, നമ്മൾ പഠിച്ചതെല്ലാം മാറ്റി വയ്ക്കാം, എന്താണോ പറയുന്നത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, അപ്ലൈ ചെയ്യുക. ആൻഡ് ദാറ്റ് വാസ് ദ മെസ്സേജ് ഷീ ഡെലിവേർഡ് ഹിയർ. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് വെച്ചാൽ നമ്മൾക്ക് ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി ഷീ ഈസ് റൈറ്റ്. ഷമീറ മാം നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു സംഗതിയുണ്ട്, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിരുന്നത്. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞൊരൊറ്റ കാര്യമുള്ളൂ, ഇത്രയേ ഉള്ളൂ. പ്ലാറ്റ്ഫോമിലേക്ക് വരിക, കാര്യങ്ങൾ ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്യാം, നമ്മുടെ ബ്രെയിൻ മാറ്റി വെക്കുക, സംഗതികൾ കറക്റ്റായിട്ടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് അതുപോലെ ഫോളോ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും റിസ്ക് എടുത്തിട്ട് മഞ്ചേരി വെച്ചിട്ടായിരുന്നു ചാർജ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പം മഞ്ചേരിയിലേക്ക് എന്ത് ചെയ്യും, ഇവിടുന്ന് ബസ് എടുത്തിട്ട് വരും, ബസ്സിന് അവിടേക്ക് വരിക. ആ ലെവലിലുള്ള ഒരു എന്താ പറയുക കമ്മിറ്റ്മെന്റ്, അത്രയും എഫേർട്ട് എടുത്തിട്ട് വന്നിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആ കമ്മിറ്റ്മെന്റ്, അത്രയും കമ്മിറ്റ്മെന്റ് കാണിക്കുന്നതിന്റെ ഒരു എഫേർട്ട് ഉണ്ട്. പ്ലസ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടും പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നമ്മുടെ ടീമിലേക്ക് വരുന്നു, ടീമിൽ വന്നു, പഠിക്കുന്നു,
കൂടെ വർക്ക് ചെയ്യുന്നു PC ആയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളെപ്പോലെ പല ഇവിടെ നമുക്ക് മെന്റേഴ്സ് ഉണ്ടല്ലോ, ആ മെന്റേഴ്സിനെ പോലെ നമ്മുടെ ടീം മെമ്പേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. സോ ഞങ്ങൾ ഇതിനു മുൻപ് ഒരു ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് യൂട്യൂബിലുണ്ട്. വളരെ രസകരമായിട്ടുള്ള കുറെ സംഗതികളൊക്കെ ഉണ്ട്, നിങ്ങൾ കാണാൻ ശ്രമിക്കാം. നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പൊ നിങ്ങൾ ഏത് സ്റ്റേജിൽ നിൽക്കുകയാണ് എങ്കിലും, ഏത് സ്റ്റേജിലാണെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, ആൻഡ് ഷീ ഈസ് ആൻ എക്സാമ്പിൾ. പുള്ളിക്കാരൊരു എക്സാമ്പിളാണ്. ഇന്നിപ്പോ ഏകദേശം അത്യാവശ്യം ആൾക്കാർക്ക് പുള്ളിക്കാരുടെ സ്റ്റോറി അറിയാം. അത്യാവശ്യം ഫേമസ് ആണ്, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു കോച്ചായി മാറിക്കഴിഞ്ഞു. ആൻഡ് ഷീ ഈസ് ഡൂയിങ് അമേസിങ്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഇതേപോലെ ഒരുപാട് കോച്ചസിന്, 1000 കോച്ചസിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. കേരളത്തിൽ 1000 കോച്ചസിനെ ബിൽഡ് ചെയ്തിട്ട് 1 ഹീൽഡ് പേഴ്സൺ ഇൻ 1 ഫാമിലി എന്നുള്ളതാണ് നമ്മുടെ വിഷൻ. ദാറ്റ്സ് വാട്ട് വി ആർ ബിൽഡിങ്. ആൻഡ് ആ ഒരു വിഷനിൽ വിശ്വസിച്ചു പോവുകയാണ്. നമ്മുടെ പേർപ്പസ് എന്ന് പറയുന്നത് എൻഡ് ഹ്യൂമൻ സഫറിങ്സ് എന്നുള്ളതാണ്. ആ എൻഡ് ഹ്യൂമൻ സഫറിങ്സ് എന്നുള്ള പേർപ്പസ് മുറുകെ പിടിച്ച് 1 ഹീൽഡ് പേഴ്സൺ ഇൻ 1 ഫാമിലി ആൻഡ് 1000, അതിന് വേണ്ടിയിട്ട് 1000 ഹീലേഴ്സിനെ മിഷനായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുക. അതിൽ വൺ ഓഫ് ദ ഹീലർ ആണ് now Shamir is also one of the person, because she's also one of the products came out of Space Academy. ആൻഡ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ആ ഒരു മിഷൻ നമ്മൾ തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യും. നിങ്ങൾക്കും അതുപോലെ ആ മിഷനിലേക്ക് എന്ത് ചെയ്യാൻ ഭാഗമാകാം, അതിന്റെ ഭാഗമായിട്ട് വരാം. നിങ്ങൾക്ക് ഇതേപോലെ ഹീലർ ആവണം, അല്ലെങ്കിൽ ഒരു കോച്ച് ആവണം, ഒരു ട്രെയിനർ ആവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും there are supports coming in. Whenever the opportunity comes, you just grab it. Okay, so back to questions. നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. റെഡി? നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എന്താ? സഫാന, കോച്ച് ആവാൻ താല്പര്യമുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി വിൽ ഡു ദാറ്റ്. വെരി ഗുഡ്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞതെന്ന് വെച്ചാൽ, വട്ട് യു വാണ്ട് ടു ഓവർകം, വട്ട് യു വാണ്ട് ടു അച്ചീവ്, ദെൻ വട്ട് ഈസ് അൺഫിനിഷ്ഡ്, ആൻഡ് വട്ട് ഈസ് വൈ യു ആർ നോട്ട് അച്ചീവ് യുവർ ഗോൾ. അപ്പൊ ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് അവിടെ അച്ചീവ് ചെയ്തിട്ടില്ല, എന്തുകൊണ്ട് എത്തിയില്ല? അതിനൊരൊറ്റ ഉത്തരവേ. It's your excuses, the story you are telling. നിങ്ങൾ നിങ്ങളോട് പറയുന്ന സ്റ്റോറിയാണ് അതിന്റെ പ്രശ്നം. ഞാനിതാണ്, ഞാനൊരു സ്ത്രീയാണ്, എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, എനിക്കിങ്ങനെ സംഗതികളുണ്ട്, എനിക്കിങ്ങനെ ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഹൂ കെയർസ്? നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആർക്ക് കേൾക്കണം? നിങ്ങളിത് പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ? നോ വൺ. So face the reality, speak the truth. സത്യം പറയാം. ആ സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ആം നോട്ട് ഡൂയിങ് ദ വർക്ക്, ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ഐ ആം നോട്ട് പുട്ടിങ് എഫേർട്ട്, ഞാൻ എഫേർട്ട് ഇടുന്നില്ല. ഞാൻ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് എൻ്റെ ശരീരം ഇങ്ങനെ. ഞാൻ കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ് എൻ്റെ ശരീരം ഇങ്ങനെ. ഞാൻ എക്സസൈസ് ചെയ്യാത്തതുകൊണ്ടാണ് എൻ്റെ ശരീരം ഇങ്ങനെ. എനിക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നത് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ്, ഞാൻ ഹീലിംഗ് നടത്താത്തത് കൊണ്ടാണ്, ഞാൻ ട്രോമ ഹീലിംഗ് നടത്താത്തത് കൊണ്ടാണ് കാര്യങ്ങൾ. ഞാൻ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാത്തത് കൊണ്ടാണ്, ഞാൻ ഇരുന്ന് ഞാൻ പ്ലാൻ ചെയ്തത് എക്സിക്യൂട്ട് ചെയ്യാത്തത് കൊണ്ടാണ്, ഞാൻ റിസ്ക് എടുക്കാത്തത് കൊണ്ടാണ്. നത്തിങ് എൽസ്. നോ വൺ എൽസ് ഈസ് സ്റ്റോപ്പിംഗ് യു, ഇറ്റ്സ് ബട്ട് ഓൺലി യു. നിങ്ങൾ മാത്രമാണ്. സോ ടേക്ക് ദ ബോൾഡ് ഡിസിഷൻ. ഇവിടെ ആരും വന്നിട്ട് നിങ്ങൾ രക്ഷിക്കാൻ പോകുന്നില്ല. യു ആർ അലോൺ ആൻഡ് യു ആർ ഗോയിങ് ടു ബി അലോൺ ഫോർ എവർ ഇഫ് യു ഡു ലൈക്ക് ദിസ്. ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും എഫേർട്ട് ഇട്ട് നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കണം. റിസൾട്ട് ഉണ്ടാക്കുമ്പോൾ പീപ്പിൾ വിൽ ബി കൺവിൻസ്ഡ് ദാറ്റ് യു ക്യാൻ ഡു സംതിങ്, യു ക്യാൻ ബി സംതിങ്, യു ആർ ബ്ലഡി സീരിയസ്. നിങ്ങൾ സീരിയസ് ആണ് എന്നുള്ളത് ആൾക്കാരെ തിരിച്ചറിയാൻ തുടങ്ങും. നിങ്ങൾ കൂടെ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നും. അങ്ങനെയുള്ളവരാണ് നമ്മുടെ കൂടെ കൂടുക. വെറുതെ ആൾക്കാർ കൂടൂല. ആ ആൾക്കാർ വെറുതെ എന്തിനു കൂടണം? നിങ്ങൾ മനുഷ്യനായതിന്റെ പേരിലോ മനുഷ്യത്വത്തിന്റെ പേരിലോ. ആ മനുഷ്യത്വമൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലുണ്ട്. പക്ഷേ നിങ്ങൾക്ക് സപ്പോർട്ടില്ല, എനിക്കൊരു കോച്ചില്ല, എനിക്ക് ആരുമില്ല, എനിക്ക് സംഗതിയില്ല, ഇങ്ങനെയില്ല, അതൊന്നും ഉണ്ടാവും വിചാരിക്കണ്ട. യു ആർ അലോൺ. ബി അലോൺ. ഇവിടെ ജീവിതത്തിൽ ഇവിടെ ആരെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒരു ഘട്ടത്തിൽ അലോൺ ആണ്. പ്രവാചകന്മാരെടുത്ത് നോക്കി, അവരൊക്കെ ഒരു ഘട്ടത്തിൽ എന്താ വെച്ചാൽ ഒറ്റപ്പെട്ട് പോയിട്ട് ഗുഹയിലൊക്കെ താമസിച്ച് ധ്യാനം ചെയ്ത് അറിവ് നേടി കാട്ടിലേക്ക് പോയി. വിശ്വാസം. അപ്പൊ ഒറ്റപ്പെടുക എന്ന് പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഓപ്പർച്യൂണിറ്റി. ഒറ്റപ്പെടൽ നല്ലതാ. ഒറ്റക്കാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ആരുമില്ലാന്ന് തോന്നുന്നുണ്ടോ? പിന്നെ നിങ്ങൾ ആരോട് സംസാരിക്കണ്ടല്ലോ, ആരോട് നിങ്ങൾക്ക് മറുപടി പറയണ്ടോ? നിങ്ങൾ ഒറ്റക്കാണ്, ഞാൻ ഒറ്റക്കാണ്, എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാം, എന്റെ കാര്യങ്ങൾ എനിക്ക് തീരുമാനിക്കാം.
ഞാൻ ഒറ്റക്കാണ്, എനിക്ക് ആരുമില്ല, എനിക്ക് ആരും വരാനില്ല. ഞാൻ എണീറ്റ് ജോലിക്ക് പോയാലേ എൻ്റെ കാര്യം നടക്കുള്ളൂ. ഞാൻ എണീറ്റ് എക്സസൈസ് ചെയ്താലേ എൻ്റെ ശരീരം കറക്റ്റ് ആവുള്ളൂ. ഞാൻ എണീറ്റിട്ട് പ്ലാൻ ചെയ്താലേ എൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ. No one is there to support you and no one ever will be. അത് വേണ്ട, അത് എക്സ്പെക്ട് ചെയ്യണ്ട. മനസ്സിലാവുന്നുണ്ടോ? വിത്തൗട്ട് പുട്ടിങ് എഫേർട്ട് നോ വൺ എവർ വിൽ ബി. നിങ്ങൾ എഫേർട്ട് ഇടാതെ ഒരാളുണ്ടാവും. നിങ്ങൾ ഈ ഇരിക്കുന്ന ഇരുത്തത്തിൽ ഇരിക്കാനുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി സ്റ്റക്ക് ദർ ഫോർ എവർ. ഡു യു വാണ്ട് ടു ബി ദർ? ഡു യു വാണ്ട് ടു ബി സ്റ്റക്ക്? സ്റ്റക്കായി നിൽക്കണോ? പറ. സ്റ്റക്കായിട്ട് നിൽക്കണം? വേണ്ട. Take the decision. Take the damn decision. Yeah. Very good. Thank you, Shamira. Thank you. You can join. We can meet again. Yeah. So, എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റക്കായിട്ട് നിൽക്കുക. No one is going to be there for you. ഒരാരും വേണ്ടോ? നമുക്ക് എന്തിനാ വേറെ ആൾക്കാര്? നമ്മൾ പോരെ? നമ്മൾ പണിയെടുത്താൽ പോരെ? നമ്മൾ എഫേർട്ട് ഇട്ടാൽ പോരെ? നമ്മൾ വർക്ക് ചെയ്താൽ പോരെ? നമ്മൾ പ്ലാൻ ചെയ്താൽ പോരെ? No one ever will. We don't need anyone. We just have to work hard, consistently, putting effort again and again and again and again and again and again. Effort ഇടണം. No one will be there. ആ എഫേർട്ട് ഇടുന്നത് എന്തായിരിക്കണം? സ്നേഹത്തോടു കൂടി ഇടുക. ഡു ഇറ്റ് ഫ്രം ഒരു ഇൻസെക്യൂർ. ഞാൻ ഇങ്ങനെയാണല്ലോ, ഞാൻ ഇതാണല്ലോ, എനിക്ക് മാറണമല്ലോ, ഞാൻ ഒന്നിനും കൊള്ളില്ലല്ലോ, അങ്ങനെയുള്ള ഒരു ഫീലിങ്സിൽ നിന്നിടാതെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കുക, യെസ്, ഞാൻ ചെയ്ത മിസ്റ്റേക്കാണ്, ഐ അക്സെപ്റ്റ് ഇറ്റ്. ഞാൻ ചെയ്ത മിസ്റ്റേക്കാണ്, എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ട്, ഐ അക്സെപ്റ്റ് ഇറ്റ്. പക്ഷെ അവിടെ എന്താ ചിന്തിക്കേണ്ടത്? ഞാൻ ഇത്രയും കാലം പരാജയപ്പെട്ടു, ഞാൻ ഒന്നും ആയില്ല, അപ്പൊ ഇനിയെങ്കിലും എനിക്ക് അങ്ങനെ ഒരു തിങ്കിങ്ങിൽ നിന്ന് പോകാതെ, യെസ്, ഞാനൊന്നും ആയിട്ടില്ല, ഞാൻ പലതും നേടിയിട്ടില്ല, പലതും സംഗതികൾ സംഭവിച്ചിട്ടില്ല, കാരണം പക്ഷെ ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിന്റെ അവസാനം ഇതല്ല, എൻ്റെ ജീവിതത്തിന്റെ അവസാനം ഇതല്ല, എൻ്റെ അവസരങ്ങളുടെ അവസാനം ഇതല്ല, എൻ്റെ വിജയത്തിന്റെ അവസാനം ഇതല്ല, എൻ്റെ ജീവിതത്തിന്റെ അവസാനം ഇതല്ല. Yesterday doesn't define today or tomorrow. ഇന്നലത്തെ എൻ്റെ ചരിത്രം അതെന്റെ ഇന്നത്തെ എന്നെ നിർണ്ണയിക്കുന്നില്ല, നാളത്തെ എന്നെ വിധി നിർണ്ണയിക്കുന്നില്ല. ഒരു ദിവസം മോശമായിരുന്നെങ്കിൽ എല്ലാ ദിവസവും ഇനി എടുത്താൽ അങ്ങോട്ടുള്ള എല്ലാ ദിവസവും മോശമാണെന്ന് അർത്ഥമില്ല. സ്റ്റാർട്ട് വിത്ത് ഹോപ്പ്. Start with hope and continue with love. Practice with gratitude. Achieve with humility. Humble ആയിക്കൊണ്ട്, സന്തോഷത്തോടു കൂടി ഹംബിൾ ആയിക്കൊണ്ട് അച്ചീവ് ചെയ്യും. അതിന് കണ്ടിന്യൂ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. സ്റ്റാർട്ട് വിത്ത് ഹോപ്പ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഹോപ്പോട് കൂടിയിട്ട് എന്ത് ചെയ്യണം? Put all the effort from love. സ്നേഹത്തിൽ നിന്ന് നിങ്ങളോട് സ്നേഹം ഉണ്ടാകും. പറയണം, ഇറ്റ്സ് ഓക്കെ ഷാഫി, ഇറ്റ്സ് ഓക്കെ, നമുക്ക് ചെയ്യാം, നമുക്ക് ശരിയാക്കും. ഇന്നു മുതൽ നമ്മൾ ഇറങ്ങും, നമ്മൾ തന്നെ പണിയെടുത്തേ പറ്റൂ ഷാഫി, വേറെ ആരും ഇല്ല. വേറെ ആരും, പലരൊക്കെ എത്രയൊക്കെ എഫേർട്ട് അല്ല, നമ്മൾ എഫേർട്ട് ഇട്ടേ പറ്റും, നമ്മൾ കണ്ടിന്യൂ ചെയ്തേ പറ്റും, എഫേർട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തേ പറ്റും, പുട്ട് ചെയ്തേ പറ്റും. വി ഹാവ് ടു ഡു ഇറ്റ്. സഫാന പറയണം, സഫാന, ഡിയർ സഫാന, വേറെ ആരും ഇല്ലടോ, ഞാനുള്ളൂ, നമുക്ക് ചെയ്യും. ഇത്രയും കാലം എന്തായെന്നുള്ളത് നോക്കണ്ട, നമുക്ക് ചരിത്രം മാറ്റി എഴുതാം, നമ്മുടെ ചരിത്രം മാറ്റി എഴുതാം. യെസ്, from today onwards, with love and compassion. വിഷമിക്കണ്ട, നമുക്ക് റെഡിയാക്കിയിടും. No one is there. ആരുമില്ല, അത് നമുക്കറിയാം. നമ്മൾ തന്നെ പണിയെടുത്തേ പറ്റൂ, അത് നമുക്കറിയാം. നമുക്ക് പണിയെടുക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. കഴിവില്ല, സ്ട്രെങ്ത് ഇല്ല, ഉണ്ടല്ലോ. എത്രയോ തവണ അതേപോലെ വീടിട്ടും എണീറ്റ് വന്നില്ല, ഇപ്പോഴും ഇവിടെ പിടിച്ചു നിൽക്കുന്നില്ല. ഗർഭപാത്രത്തില് അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുൻപ് ഗർഭപാത്രത്തിലേക്ക് ഭ്രൂണമായിട്ട്
വരാൻ പോലും ഒരുപാട് ബീജങ്ങൾ മത്സരിച്ചപ്പോൾ അവിടുന്ന് യുദ്ധം ചെയ്ത് മത്സരിച്ച് മാതാവിൻ്റെ അണ്ടത്തിൽ വിജയിച്ച് പിടിച്ചു നിന്നിട്ടുള്ള, ഓൾറെഡി വിജയത്തിലൂടെ ജനിച്ചു വന്നിട്ടുള്ള, ജനനം തന്നെ വിജയമായി. ഈ ജന്മം കൊണ്ട് തന്നെ വിജയമായി, പൊരുതിയിട്ടാ വിജയിച്ചു. ആ ചരിത്രമുള്ള നമുക്ക് ഇനിയും പൊരുതിക്കൂടെ, ഇനിയും വിജയിച്ചൂടെ. We have a track record. We are a winner. We are already a winner. Yes, I'm bloody winner. ഞാൻ ഓൾറെഡി വിന്നർ ആണ്. അത് അഹങ്കാരമല്ല, അതെന്റെ സത്യമാണ്, അത് നമ്മുടെ സത്യമാണ്, അത് നമ്മുടെ വിജയമാണ്. സോ വി ഡിസേർവ് ടു ബിക്കം ബെറ്റർ പ്ലാറ്റ്ഫോം, ബെറ്റർ ആയിട്ടുള്ള മനസ്സിലാകുന്നുണ്ടോ? Be a winner. Let's be winners. Winners ആയിട്ട് മാറാം. അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് തിരിച്ചു പിടിക്കാം. അപ്പൊ തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കാനുള്ള അവസരമാണ് നമ്മളുടെ ഓരോ അവസരങ്ങളും. നിങ്ങളെല്ലാവരും അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പരിശ്രമിക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിൽക്കുമ്പോൾ, ഇനി നമ്മുടെ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ആ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ചേഞ്ച് ചെയ്യും. വിൽ ബിൽഡ് ദ കോച്ചസ്. കോച്ചുമാരെ ബിൽഡ് ചെയ്യും, ബിസിനസ്സുകാരെ ബിൽഡ് ചെയ്യും, ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യും, അച്ചീവേഴ്സിനെ ബിൽഡ് ചെയ്യും. ആൻഡ് യു ആർ വൺ ഓഫ് ദം. ബി ദ അച്ചീവർ, ബി ദ വിന്നർ. വിന്നറായിട്ട് മാറുക. എടാ, ബി ദാറ്റ്. ഓൾ ദ വെരി ബെസ്റ്റ്. ഇന്നത്തെ സെഷൻ കൂടെ അവസാനിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇന്നത്തെ സെഷനിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടോ? സം സ്പാർക്ക്. എന്താ ഇന്നത്തെ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താ എന്ന് പറഞ്ഞു ഒന്ന് കമന്റ് ചെയ്തേ. സം സ്പാർക്ക്. ഒരെണ്ണം, ഒരു പോയിന്റ് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ പറഞ്ഞോളൂ. ഓഡിയോയിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. സിദ്ദീഖ് പറഞ്ഞോളൂ, ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ജസ്റ്റ് ടെൽ മീ. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. സ്റ്റാർട്ട് വിത്ത് ഹംബിൾ, സ്റ്റാർട്ട് വിത്ത് ലവ്. ആ ഒരു എനിക്കൊന്നും ചെയ്തിട്ടൊന്നും ശരിയായില്ല, അങ്ങനെയായില്ല, അങ്ങനെയായില്ല, എല്ലാം വിട്ടേക്കുക. സ്റ്റാർട്ട് വിത്ത് ഹംബിൾ, സ്റ്റാർട്ട് വിത്ത് ലവ്. ഒരു ഫോഴ്സ്ഫുള്ളി അല്ലാതെ പവർ കൊണ്ട് തുടങ്ങാം. ഒരു സംശയം ഉണ്ടായിരുന്നു സർ, നമ്മള് ഹീലിംഗില് ഉണ്ട് ഇപ്പോ. അപ്പോ ചിന്തകളെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാന്നുള്ള സ്ഥാനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഡെയിലി ബേസിസിൽ ചിന്തകളെ എനിക്ക് കിട്ടുന്നുണ്ട്, ഞാൻ ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില ചിന്തകൾ നമ്മളിപ്പോ ഡൈവേർട്ട് ചെയ്ത് വരുന്നതിനനുസരിച്ച് പിന്നെയും വരികയാണ്. ഒരു സ്ലിപ്പിയാണ് എനിക്ക് ആ ഒരു പോർഷൻ. ഇങ്ങനെ ഒരു ചിന്ത തുടങ്ങി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എനിക്ക് അതിനെ പിടിക്കാൻ കിട്ടുന്നുള്ളൂ, ആ ഒരു അവയർനെസ്സിലേക്ക് എത്താന്നുള്ളൂ. പെട്ടെന്ന് ഒരു ചിന്ത തുടങ്ങിയിട്ട് ഒരു 30 സെക്കൻഡിനുള്ളിൽ ആ ഒരു അവയർനെസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അതിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ തുടങ്ങിയിട്ടുണ്ട്, കിട്ടുന്നുമുണ്ട്. പക്ഷെങ്കിൽ ഒരു ടേക്കിംഗ് ലിറ്റിൽ ടൈം. എനിക്ക് ആ ചിന്തേനെ അങ്ങോട്ട് പിടിക്കാൻ കിട്ടണ്ട നമുക്ക്. അപ്പോഴല്ലേ നമുക്ക് അതിനെ സ്ലിപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആ ഒരു ടൈം ലെങ്ത് കുറച്ചുകൂടെ കുറച്ചു കൊണ്ടുവരാൻ പറ്റാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. പണ്ടൊക്കെ തീരെ നമുക്ക്, ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് തീരെ ഒരു 4-5 മിനിറ്റ് ഒക്കെ ചിന്തിച്ചതിന് ശേഷമാണ് ഞാൻ അതിനെ പിടിക്കുന്നത്. ഇപ്പൊ അത് മാറിയിട്ട് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ്സിനൊക്കെ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു ചിന്തയെ. പക്ഷെ അതിനെ ഒന്നുകൂടി റെഡ്യൂസ് ചെയ്തിട്ട് ആ ഒരു ചിന്ത തുടങ്ങി ഒരു 4-5 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡിനുള്ളിൽ അതിനെ പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോവാതെ അവിടെ നിന്ന് തന്നെ നമുക്ക് ഡൈവേർട്ട് ചെയ്ത് നല്ലതിലേക്ക്, അഫർമേഷൻസിലേക്ക് അങ്ങനെ കൊടുത്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതിനെന്താ ചെയ്യേണ്ടത്? പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഓൾറെഡി കറക്റ്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
അതുകൊണ്ടാണ് നിങ്ങൾ 5 മിനിറ്റിൽ നിന്ന് അല്ലെ പഴയ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഇംപ്രൂവ് ചെയ്ത് ഇവിടേക്ക് എത്തിയത്. ഇനി ഇതൊരു പ്രാക്ടീസാണ്. പ്രാക്ടീസിലൂടെ ടൈം എടുക്കും. അതിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രാക്ടീസ് എന്താ വെച്ചാൽ ഒന്നും ചിന്തിക്കാതെ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ ഒക്കെ ഇരിക്കുക. ചിന്തകളെ മാത്രം നിരീക്ഷിക്കുക. വരുന്ന ചിന്തകൾ എന്താണ്, ഒന്നും ലേബൽ ചെയ്യാതിരിക്കുക. ജസ്റ്റ് ആക്സെപ്റ്റ്, അതിനൊന്ന് നിരീക്ഷിക്കുക മാത്രം, അതായത് ഒബ്സർവ് ചെയ്യുക കേട്ടോ. പ്രാക്ടീസ് ടാപ്പിംഗ് എന്തായാലും തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യണം. അതിന് പുറമെ മെഡിറ്റേഷൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഏറ്റവും പ്രധാനമായിട്ടും ഒന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുക, കണ്ണടച്ചിരിക്കുക. 10 മിനിറ്റ് മുതൽ 20 മിനിറ്റ്. ഇതൊരു പ്രാക്ടീസാണ്. നമ്മളെ ബ്രെയിനെ ട്രെയിൻ ചെയ്യണം. നമ്മളെ ട്രെയിൻ ചെയ്യാൻ, നമ്മുടെ അവയർനെസ്സിനെ ട്രെയിൻ ചെയ്യാൻ. എന്തിന്? എന്തൊക്കെ ചിന്തകളാണ് എനിക്ക് വരുന്നത്, ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. വേറെ ഒന്നും ജഡ്ജ് ചെയ്യരുതെന്ന് ചെയ്യരുത്. അതെല്ലാം ചിന്തകളാണ്. അതായത് ഫോർ എക്സാമ്പിൾ നല്ല സന്തോഷമുള്ള ചിന്ത തോന്നും. ഒരു ചിന്ത, അതും സന്തോഷം ഒന്നും ചിന്തിക്കണ്ട, ചിന്ത. നെഗറ്റീവ് ചിന്ത തോന്നും, ചിന്ത. അങ്ങനെ കുറേ ചിന്തകൾ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ നിരീക്ഷിക്കുക. എന്തിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന് നിരീക്ഷിക്കുക. എന്ത് ചിന്തകളാണ് ഞാൻ ചിന്തിക്കല്ല, എന്ത് ചിന്തകളാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഓട്ടോമാറ്റിക്കലി. നമ്മൾ ആ ബ്രീത്തിങ്ങിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ല, ബ്രീത്തിങ് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞതിന് ശേഷം ബ്രീത്തിങ് നിർത്തി. ഓക്കെ, നിർത്തിയതിനു ശേഷം ചിന്തകൾ. അപ്പൊ ചിന്ത വേറെ എവിടേക്കും പോകുന്നുണ്ടാവും. ഈ പോകുന്ന സമയത്ത് നമ്മൾ അങ്ങനെ നിരീക്ഷിക്കുക. അങ്ങനെ നിരീക്ഷിച്ച് കുറേ കഴിയുമ്പോൾ നമുക്ക് ചിന്തകളൊക്കെ കൊടുക്കെങ്കിലൊക്കെ പോകും. പോയാലും ഇറ്റ്സ് ഓക്കെ പറയാം. നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞിട്ടേ കിട്ടിയുള്ളൂ, എന്നാലും ഇറ്റ്സ് ഓക്കെ പറയാം. കാരണം അങ്ങനെ കിട്ടുള്ളൂ തുടക്കത്തിൽ. ഫാസ്റ്റ് ആക്കാൻ 1 ദിവസം 2 ദിവസം പോരാ ഈ പ്രാക്ടീസ്. നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യേണ്ടത് ആദ്യ ഘട്ടം 15 ദിവസമാണ്, അടുത്ത ഘട്ടം 30 ദിവസമാണ്, അടുത്ത ഘട്ടം 46 ദിവസമാണ്. അങ്ങനെ ഒരു 60 days ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് 2 ചിന്തകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് കാണാൻ. സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബിസിനസ്. അതാണ് എനിക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു സാധനം. മീൻ ഒരു കണ്ടന്റ്, അല്ലെങ്കിൽ ഒരു നമ്മളെ മൈൻഡ്ഫുൾനെസ് ആയിട്ട് ഇരിക്കുന്ന ഒരു സാധനം കിട്ടുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് ത്രൂ ഔട്ട് എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നില്ലെന്നേ. എനിക്ക് ഇറ്റ്സ് ഓക്കെ, അത് റിലാക്സ് ചെയ്തേ പറ്റും. ഓക്കെ, സംസാരിക്കുന്നതിനുള്ളിൽ കട്ടായി പോയല്ലോ. അപ്പോ ഓക്കെ, ചോദ്യം ചോദിച്ച ആൾ പോയി. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന എന്താ വെച്ചാല് ഇങ്ങനെ ആള് വന്നിട്ട് സംസാരിക്കാം. ആള് സ്വിച്ച് ഓഫ് ആയതെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഫോക്കസ് ഓൺ അൺഫിനിഷ്ഡ് തിങ്സ്, അതാണ് മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. വിജീഷ് പറയുന്നു. നിത പറയുന്നു ബി അവർ മോട്ടിവേഷൻ. ആ മാഡം പറഞ്ഞ കാര്യം, ചില കാര്യങ്ങൾ ലോജിക് അപ്ലൈ ചെയ്യാതെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. സ്മിത, വെരി ഗുഡ്. സഫാന പറയുന്നു താങ്ക് യു സോ മച്ച് എവരിവൺ ഫോർ എവരി വേർഡ്സ്. എന്താ പറയുക, സാറിന് ക്ലാസ് പ്രത്യേക ഫീലിംഗ് ആണ്. താങ്ക് യു സഫാന. ടാപ്പിംഗ് പ്രാക്ടീസ് മോർ. വെരി ഗുഡ്. ചിന്തകൾ ഇപ്പോൾ വരുന്നില്ല, സുബൈദ പറയുന്നു. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ആദ്യം ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. പിന്നെ വി ഹാവ് നെക്സ്റ്റ് വൺ. പ്രയാസങ്ങൾ വിടാതെ പിന്തുടരുന്നു, സുബൈദ അക്ബർ പറയുന്നു. ഡോൺ വറി, അതൊക്കെ ഹീലിംഗിലേക്ക് വരിക. നിങ്ങൾ നമ്മുടെ കോഴ്സിലേക്ക് വരിക കേട്ടോ. കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി നമുക്ക് മറികടക്കാൻ പറ്റും സുബൈദ മാം. അതല്ലാതെ വേറെ വഴിയില്ല. കാരണം നിങ്ങൾക്ക് നല്ല ഹെൽപ്പ് വേണം. നമുക്കിപ്പോൾ തൽക്കാലം നമ്മൾ ജസ്റ്റ് ഒരു ഓപ്പറേഷൻ ആവശ്യമുള്ള കേസിൽ OP ഡോക്ടർ മാത്രം പോയി കണ്ടിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ ഇതാണ് OP. ഇവിടെ നടക്കുന്ന മോർണിംഗ് സെഷനാണ് OP. പക്ഷെ നിങ്ങൾക്കൊരു അഡ്മിഷൻ ആവശ്യം ഉണ്ടാവും. അഡ്മിറ്റ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. അപ്പൊ അതാണ് നമ്മളുടെ കോഴ്സ് എന്ന് പറയുന്നത്. അതിലേക്ക് വരും കേട്ടോ. കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ നമുക്ക് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യാം. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കുക. നമ്മൾ മാത്രമേ ഉണ്ടാവൂ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, ബെസ്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കുക. നമ്മളുടെ വേ ഓഫ് സക്സസ് നമ്മുടെ കയ്യിലാണ്. ടുഡേ സെക്ഷൻ വെരി പവർഫുൾ. താങ്ക് യു. ആരാണ് ഇത്ര എഴുതിയിട്ടുള്ളത്? ഫെബിന ജാസ്മിൻ. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. സോ ദാറ്റ്സ് എ റിയാലിറ്റി. ഓക്കെ, പറഞ്ഞോളൂ സർ. എവിടെ പോയി സിദ്ദീഖ് പെട്ടെന്ന്? ഫോൺ ഒന്ന് ഓഫ് ആയി പോയി സർ. ജസ്റ്റ് ഒന്ന് ഓഫ് ആയി പോയി. എന്താ അറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോ സോറി, ഞാൻ മിസ് ചെയ്തു ആ ഒരു സാധനം. പറഞ്ഞിട്ടില്ല അപ്പൊ പറഞ്ഞിട്ടില്ല. അതെ, എനിക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. പക്ഷെ അത് പ്രൊലോങ്ഡ് ആയിട്ട് കിട്ടുന്നില്ല. ഒരു ദിവസം പ്രൊലോങ്ഡ് ആയിട്ട് കിട്ടാന് പ്രാക്ടീസ് ആവശ്യമുണ്ട്. പെട്ടെന്ന് കിട്ടില്ല, ടൈം എടുക്കും. ആ ടൈം എടുക്കാനുള്ള പ്രാക്ടീസാണ് ഞാൻ പറഞ്ഞത്. കണ്ണടച്ചിരിക്കുക, ചിന്തകളെ അടുത്തൊരു 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. 60 ദിവസം പ്രാക്ടീസ് ചെയ്യാൻ റെഡിയാണോ?
60 days? ഇൻഷാല്ലാ ഷുവർ. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തു. അതിന് ആ ഒരു കണ്ടന്റ്നെസ്, ആ ഒരു മൈൻഡ്ഫുൾനെസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. അത് ആ ടേസ്റ്റ് ഒരു ചെയ്തു, തിങ്ക് ടേസ്റ്റ് ചെയ്തു അല്ലേ? അതിന്റെ നമ്മുടെ കോഴ്സിലേക്ക് വന്നതിന് ശേഷം അത് മനസ്സിലായി, അത് ടേസ്റ്റ് ചെയ്തു. ഇനിയിപ്പോ അത് നിലനിർത്തിക്കും. അത് നിലനിർത്തിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സംഗതി. ഇത്രയേ ഉള്ളൂ. ഇത് ടൈം ലൈൻ തെറാപ്പി എന്ന് പറയാം. ജസ്റ്റ് ഒന്ന് വെച്ചാൽ കണ്ണടച്ചിരിക്കുക, നമ്മൾ നിരീക്ഷിക്കുക, ചിന്തകൾ വേറെ ഒന്നും ചെയ്യേണ്ട, ചിന്തകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. കുറെ കഴിയുമ്പോൾ ഈ ചിന്തകളുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് കാണാൻ തുടങ്ങും. 2 ചിന്തകളുടെ ഇടയിൽ ആ ഗ്യാപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ, കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ശരിക്കും ആ ഗ്യാപ്പ് വലുതാണ്. ചിന്തകളില്ലാത്ത 2 ചിന്തകൾക്കിടയിലുള്ള സമയമാണ് അത്. സാധാരണ ആൾക്കാർക്ക് ഇല്ല. എപ്പോഴും ഓരോ ചിന്ത ഇങ്ങനെ വന്നിട്ട് ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞു. അപ്പൊ അതിന് മെഡിറ്റേഷൻ പോലെ സാധനങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിന്തകളില്ലാത്തൊരു സ്പേസ് നമുക്ക് കിട്ടും. ആ സ്പേസിലാണ് ഹാപ്പിനെസ് കിടക്കുന്നത്. അപ്പൊ ഉള്ളിൽ നിന്ന് വേറെ ഒരു കാമൻ പീസ് വരും. സർ പറഞ്ഞതുപോലെ ഈ ഒരു സാധനം ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതൊരു 15 days, 45 days, then 60 days ത്രൂ ഔട്ട് ചെയ്യുക. ഇത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് എവറി ഡേ. ആ 50 days ഒരു ചേഞ്ച് വരുന്നു. 15 days, 15 ദിവസത്തിൽ വലിയൊരു ചേഞ്ച് വരും. ആ ചേഞ്ച് എന്താ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു പിടുത്തം കിട്ടും ചിന്തകളുടെ മുകളിൽ. അത് 30 days ആകുമ്പോഴേക്കും, 32 days ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഫർദർ സാധനം കിട്ടും. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തൊക്കെ കിട്ടും അറിയാം? ചുമരിനപ്പുറത്തുള്ളത് കാണാൻ കഴിയും. നിങ്ങളുടെ ശരീരത്തിൽ തേർഡ് ഐ ഓപ്പൺ ആവും. നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ വരെ പമ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നിങ്ങളുടെ ശ്രവണ ശക്തി കൂടും, നിങ്ങളുടെ കപ്പാസിറ്റി കൂടും. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ കാണാൻ കഴിയും. ഒരു സാധനം, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഫോണിന്റെ ഈ ഭാഗം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, എന്നാൽ ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇവിടെയും കൂടെ കാണാൻ കഴിയും, മറുവശം കാണാൻ കഴിയും. അപ്പൊ അത് അങ്ങനെയുള്ള ആൾക്കാർ, ഒരു സംശയമല്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊക്കെ കിട്ടിയ ആൾക്കാർ ഒരിക്കലും അത് വലിയ ഇതിൽ പറഞ്ഞു നടക്കില്ല. കാരണം അവർക്ക് അത് പറയാൻ കഴിയില്ല. അവരങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അവർക്കത് പറയാൻ കഴിയില്ല വേറെ ആളോട്. മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ പറഞ്ഞത് വലിയ സംഭവമാക്കി കൊണ്ടുനടക്കാൻ ആ ഈഗോ ഉണ്ടാവില്ല അവിടെ. അപ്പോഴേക്കും ആ ഈഗോ ഒക്കെ നശിക്കും. ഈഗോ ഉള്ളവർക്കാണ് ഇതൊക്കെ പറഞ്ഞു നടക്കാൻ താല്പര്യം. അപ്പോഴേക്കും അവർക്ക് ആ ഈഗോ നഷ്ടപ്പെട്ടിട്ട് ആരോടും പറയാൻ കഴിയില്ല. പറയാൻ താല്പര്യം ഉണ്ടാവില്ല. അവരാരോട് ഇത് പറയില്ല. അവർക്കറിയാം അത് പറയുന്നതിൽ അർത്ഥമില്ല എന്ന ഒരു വലിയ ജ്ഞാനത്തിലേക്ക് അവരെത്തും. റിയാലിറ്റി. അത് വേറൊരു ജ്ഞാനത്തിലേക്ക് അവരെത്തുന്നതോടുകൂടി. അതുകൊണ്ടാണ് എന്താ വെച്ചാൽ അങ്ങനത്തെ ആൾക്കാർ ഇവിടെ എത്രയോ ഉണ്ട്, ആരും പുറത്തു വിടാത്തത്. ആരെങ്കിലും അതൊക്കെ പുറത്തു വിടുന്നുണ്ടെങ്കിൽ അവരത് അച്ചീവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് ടേസ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളവരായിരിക്കും. പക്ഷെ അവർ നിലനിർത്തിയിട്ടുണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ കുറെ സംഗതികൾ ഇതിലുണ്ട്. നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നോക്കും. ഓൾ ദ വെരി ബെസ്റ്റ്. ഭയങ്കര സംഭവമാണ് നമ്മുടെ മൈൻഡ്. വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല, ഭയങ്കര പവർഫുൾ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ ഒരു ഡോക്യുമെന്ററി ഉണ്ട്. യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ കണ്ട അതിന്റെ ട്രെയിലർ വേണമെങ്കിൽ കണ്ടോളൂ. അത് നെറ്റ്ഫ്ലിക്സ് ഉണ്ടെങ്കിൽ അതിൽ കണ്ടാൽ മതി. വണ്ടർഫുൾ സ്റ്റോറി ഓഫ് ഹെൻറി ഷുഗർ. വണ്ടർഫുൾ സ്റ്റോറി ഓഫ് ഹെൻറി ഷുഗർ. എ വണ്ടർഫുൾ സ്റ്റോറി ഓഫ് ഹെൻറി ഷുഗർ. ദ വണ്ടർഫുൾ സ്റ്റോറി, ദ വണ്ടർഫുൾ സ്റ്റോറി ഓഫ് ഹെൻറി ഷുഗർ. അപ്പൊ ഹെൻറി ഷുഗർ എന്ന് പറയുന്ന ഒരാളുടെ കഥയാണ്. അയാൾ ഇതേപോലെ ആളുടെ ഒരു സാധനം പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് മെഡിറ്റേഷൻ അതുപോലെ ഇങ്ങനെ ചിന്തകളെ കംപ്ലീറ്റ്ലി ഒരു ഫോക്കസിലേക്ക് കൊടുത്തപ്പോൾ അയാൾക്കുണ്ടായിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. അത് മൊത്തം അതിൽ പറയുന്നുണ്ട്. ഇത് ഓൾറെഡി മെഡിറ്റേഷൻ ഈ മേഖലയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ അത്ഭുതകരമായിട്ട് പറയുന്ന കുറേ കാര്യം അതിൽപ്പെട്ട സംഗതിയാണ്. ഇനി ഞാൻ പഠിപ്പിക്കുന്നൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തെന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ, പ്രാക്ടീസ് ചെയ്തെടുക്കാം. അത്ഭുതകരമായ കാര്യങ്ങൾ കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ ശരിക്കും വേറെ ലെവലിലേക്ക് പോകും. നിങ്ങൾ കുറച്ചൊരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആയിട്ട് മാറും. കേട്ടിട്ട് എന്ത് തോന്നുന്നു ബാക്കിയുള്ളവർക്ക്? ഇറ്റ്സ് എക്സൈറ്റിംഗ്, ഇൻട്രസ്റ്റിംഗ്. Thank you very much. ഹാവ് എ ഗ്രേറ്റ് ഡേ എവരിവൺ. ഉഷാറായിട്ട് മുന്നോട്ട് കേട്ടോ. Happy day. താങ്ക് യു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ തോട്ടുകളെ, ചിന്തകളെ കിട്ടുന്നില്ല, നഷ്ടപ്പെട്ടു പോകുന്നു, പ്രാക്ടീസ് ചെയ്തിട്ട് നടക്കുന്നില്ല. അപ്പൊ എപ്പോഴും അസ്വസ്ഥനാവരുത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് കിട്ടുന്നില്ല സാറേ എന്ന് പറയില്ല. ആ ഒരു സാധനം വരുന്നു. അതിന് പകരം ആ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് എന്നോട് ഇങ്ങനെയാണ്. അതായത് ചോദിക്കേണ്ടത്,
നമുക്കതെങ്ങനെയാണ് സാർ കിട്ടുക? വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ചോദ്യമാണ് വരേണ്ടത്. അപ്പൊ അത് ആ ഏരിയയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുണ്ട്. ഒരു അസ്വസ്ഥത എപ്പോഴും ഉണ്ട്. ആ അസ്വസ്ഥത ഒരു നേച്ചർ അല്ല അല്ല നേച്ചർ അല്ല, അല്ല, അത് അത് ഞാൻ ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. നമുക്ക് അങ്ങനെ നേച്ചർ ഒന്നുമില്ല. നമ്മളില്ലാത്ത നേച്ചർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾക്കെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും എന്ന് വെച്ചാൽ പീസിലല്ലാത്തതുകൊണ്ടാണ്. റെസിസ്റ്റൻസ് നമ്മൾക്ക് കാലങ്ങളായിട്ട് നമ്മൾക്ക് റെസിസ്റ്റൻസും ഫ്രസ്ട്രേഷൻസും ഇറിറ്റേഷൻസും പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പായ നേച്ചർ പാറ്റേൺ. അപ്പൊ അത് നിങ്ങളുടെ സത്യമല്ല. അത് നമ്മൾ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് നമ്മൾ പീസിലേക്ക് എത്തണം. പീസിലെത്തുമ്പോൾ ഈ സാധനം നിങ്ങൾക്ക് ഫീലിംഗ് കിട്ടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ എത്ര സമയം നിങ്ങൾ പിടിക്കാൻ ശ്രമിക്കുന്നു അത്ര കണ്ടു പോകും. സോ ഡോണ്ട് ട്രൈ ടു കൺട്രോൾ ഇറ്റ്, ലെറ്റ് ഗോ. ഇപ്പൊ 1 മിനിറ്റിലേക്ക് 2 മിനിറ്റിലേക്ക് കിട്ടുന്നില്ല സാർ, അവിടെ പിടിക്കാൻ ശ്രമിക്കാൻ കണ്ടോളൂ, അതന്നെ വിട്, ലെറ്റ് ഗോ ചെയ്യും. എന്നിട്ട് ഇരുന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ലെറ്റ് ഗോ ചെയ്തിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് പീസിൽ ഇരുന്നിട്ട് ഒരു ചിന്ത വന്നു, അടുത്ത ചിന്ത വന്നു, ഒരു ചിരിച്ച് പുഞ്ചിരിച്ച് സമാധാനത്തിന് ഒരു പീസിൽ ഒരു വൈബിൽ ഇരുന്നിട്ട് പ്രാക്ടീസ് വെൽക്കം ചെയ്തു, നോട്ട് ബൈ കൺട്രോൾ. പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരരുത്, വെൽക്കം ചെയ്യുക. അവർ വന്നോളൂ, വെൽക്കം ചെയ്യുക. ചിന്തകൾ എന്തായാലും വരും, അല്ലെങ്കിൽ ഒരു ചിന്ത വരുന്നതിന് പിന്നെ പോകാൻ നോക്കുമ്പോഴേക്കും അത് പൊയ്ക്കോട്ടെ, എന്നെ പിടിക്കാൻ നിൽക്കുന്നു. പിടിച്ചിട്ട് കളയൊന്നും വേണ്ട. അതിങ്ങനെ വന്നു പോകുമ്പോൾ നമ്മൾ നിരീക്ഷകനായി നിന്നാൽ മതി. ഒരു ബുക്ക് കൂടെ വേണമെങ്കിൽ വായിച്ചോ, ദ പവർ ഓഫ് നൗ. ദ പവർ ഓഫ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ഉണ്ട്. ആ ബുക്ക് വായിച്ചോ. ഞാനിവിടെ കാണിക്കാൻ ഇപ്പൊ എൻ്റെ അടുത്ത് ഇവിടെ ഇല്ല, അവിടെ. ദ പവർ ഓഫ് നൗ, എക്കാർട്ട് ടോലെ എന്ന് പറഞ്ഞ ആൾ എഴുതിയതാണ്. ഈ പ്രാക്ടീസിന് ഏറ്റവും ബെസ്റ്റ്. അതിൽ കൂടുതൽ പറയുന്നുണ്ട് എന്താണ് എങ്ങനെയാണെന്നൊക്കെ കേട്ടോ. അത് ഈ നിമിഷത്തിന്റെ ശക്തി എന്നോ അങ്ങനെ എന്താ പറഞ്ഞാൽ മലയാളത്തിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ദ പവർ ഓഫ് നൗ. വെരി ഗുഡ്, താങ്ക് യു. അഡ്വാൻസിന് ശേഷം ഇല്ല സാർ, സുബേദ മാം ആണ് അഡ്വാൻസ് പ്രോഗ്രാം ഒക്കെ ചെയ്തതോടുകൂടി മാമിന് ആ ഒരു ലെവലിലേക്ക് എത്തി. കാരണം അഡ്വാൻസിൽ നമ്മളിത് പഠിപ്പിക്കുന്നുണ്ട്. അഡ്വാൻസിൽ നമ്മളിത് വേറെ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് വേറെ ഒരു ഐറ്റം. ഞാനിപ്പോൾ ഈ പറഞ്ഞ മെത്തേഡല്ല, നിങ്ങൾക്ക് സ്വയം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. അഡ്വാൻസിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. അഡ്വാൻസിൽ അതൊരു വേറൊരു കൈൻഡ് ഓഫ് സാധനമാണ്. സുബേദ മാം ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ മാമിന് അത് പറയാൻ പറ്റും അല്ലേ? അതേപോലെ തന്നെ അനസ് ഇവിടെ ഉണ്ടായിരുന്നു. അടുത്ത അഡ്വാൻസ് ബാച്ച് വരുന്നുണ്ട്, ബി റെഡി. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കണം. താങ്ക് യു സോ മച്ച് സിദ്ദീഖ് ഫോർ ആസ്കിങ് സച്ച് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. ഷിയാബ് പറഞ്ഞോളൂ. ഇടക്കൊക്കെ ഒന്ന് പ്ലാറ്റ്ഫോമിൽ വരും, നിങ്ങൾ വരുമ്പോ തന്നെ പവറാണ്. തീർച്ചയായിട്ടും ഇനി വരികയാണ് കേട്ടോ. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, കുറെ വർക്കുകളിലായിരുന്നു. സോ വി ആർ കമ്മിങ് ഹിയർ, വിൽ ബി ഹിയർ. താങ്ക് യു സോ മച്ച്. See you. Have a great day.